Your watch doesn't actually measure time. Well, it does, because it's accurate. It measures the oscillation of a crystal. And the change in the physical state of that crystal has to happen in what we call a certain amount of time. So from one moment to another, physical systems everywhere in the universe changes its state. And that change takes place in what we call time. And that's the only way we can infer the existence of time. But actually what time is, we don't know. ഒരു ചേട്ടനും അനിയനും ഒരു വീട്ടിൽ ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ്. വീട് പൂട്ടിയത് കാരണം ഉടമയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവർ ജോലിയെപ്പറ്റി തർക്കിക്കാൻ തുടങ്ങി. കാരണം ജോലി കഴിഞ്ഞ് വേണം ഒരു പിറന്നാൾ ആഘോഷത്തിൽ പോകാൻ. ചേട്ടൻ പറഞ്ഞു ആ ജോലി 15 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. എന്നാൽ ആ ജോലി യുക്തിപരമായി 30 മിനിറ്റ് എടുക്കുമെന്ന് അനുജൻ പറയും. ചേട്ടൻ അവനോട് എങ്ങനെ ആ ജോലി ചെയ്യും എന്ന് ചോദിച്ചു. അവൻ്റെ വിശദീകരണത്തിലൂടെ അത് അവനെ 60 മിനിറ്റ് എടുക്കും, അഥവാ 1 മണിക്കൂർ എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ചേട്ടനൊരു കോൾ വന്നു. ആ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അത്. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവർ കണക്ക് കൂട്ടിയ 15, 30, 60 സമയം ഇല്ലാതായി. ആ ജോലി അവർ രണ്ടുപേരും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം ഒഴിവായി. പിറ്റേന്ന് രാവിലെ പുറത്തു പോകുമ്പോൾ ചേട്ടൻ തീരുമാനിച്ചു, നാളത്തെ മ്യൂസിക് പരിപാടിക്ക് വേണ്ടി 3 മണിക്കൂർ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യണം, 4 മണിക്കൂർ സ്പോർട്സ്, 6 മണിക്കൂർ കുടുംബത്തോടൊപ്പം സമയം പങ്കിടണം. പക്ഷേ റോഡിൽ ഇറങ്ങിയ സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. 4 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. ഇവിടെ ചേട്ടൻ ക്രമീകരിച്ച സമയമില്ലാതായി. ഇവിടെയെല്ലാം ചേട്ടൻ്റെ സമയമാണോ, ചേട്ടൻ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രക്രിയയുടെ സമയമാണോ നഷ്ടമായത്? എന്താണ് സമയം? എന്താണ് ദൈർഘ്യം? ഓരോ പ്രവൃത്തിയുടെയും ദൈർഘ്യമാണ് സമയം. നാം ദിവസവും നടക്കുന്ന പ്രക്രിയ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. എന്നാൽ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും തുല്യത വരുത്താൻ നാം നീണ്ടു നിൽക്കുന്നതും ശരിയായ പാറ്റേൺ പ്രവർത്തിക്കുന്നതിനെയും അനുസരിച്ച് സമയത്തെ യാഥാർത്ഥ്യമായ ഒരു പ്രക്രിയയാക്കി മാറ്റി. ശരിക്കും ദൈർഘ്യത്തെ ചെറുതും വലുതുമായ ഘടകങ്ങളായി വേർതിരിച്ചതല്ലേ സമയം? നമുക്ക് പലതും ചെയ്യാൻ അതിൻ്റെ അളവ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ സമാധാനപരമായി ജീവിക്കാൻ കഴിയൂ. നാം പണ്ട് സൂര്യ കലണ്ടർ, ചന്ദ്ര കലണ്ടർ, കാലാവസ്ഥകൾ എന്നിവയൊക്കെ മനസ്സിലാക്കി അവയുടെ ദൈർഘ്യം തുല്യമായി വീതിച്ച് സമയം ക്രമീകരിച്ചിരുന്നു. രാവും പകലും ആകുന്നതും നോക്കി അതിനും സമയം ക്രമീകരിച്ചു. എന്നാൽ നമുക്ക് ചന്ദ്രൻ ഇല്ലെങ്കിലോ, ഒരു സൂര്യന് പകരം 2 സൂര്യൻ കാരണം പകലും രാത്രിയും ഇല്ലെങ്കിലോ സമയം എങ്ങനെ കണക്കാക്കും? സമയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ, സമയം എപ്പോഴാണ് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ ഏതിൻ്റെ ദൈർഘ്യമാണ് ആധാരമാക്കിയത് എന്നതിനെ അനുസരിച്ചിരിക്കും. കൂടാതെ അതിനെ കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്നത് ഏറ്റവും ചെറിയ തോതിലുള്ള ഘടകത്തെ അപേക്ഷിച്ചിരിക്കും. എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ടൈം ആൻഡ് റിലേറ്റിവിറ്റി? കമ്മിങ് സൂൺ.